പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയും. ഈ പ്രഭാതവും ദിവസനെ പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 66-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതായ ഈ ഭൂമിയിൽ അനവധിയായ ലോഹങ്ങളുണ്ട്. വെള്ളി, പൊന്നി, ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, രത്നങ്ങൾ തുടങ്ങിയ അനവധി ലോഹങ്ങൾ ഉണ്ട്. എന്നാൽ ഈ ലോഹങ്ങളൊന്നും തന്നെ അശുദ്ധി നീങ്ങി വെടിപ്പുള്ളതായി ശുദ്ധമായ നിലയിലല്ല അത് ഭൂമിയിൽ നിന്നും എടുക്കുന്നത്. അവയെ വീണ്ടും പല പ്രാവശ്യം ശുദ്ധീകരിച്ച് അവയിലുള്ള അശുദ്ധി പോകുന്നതിനനുസരിച്ച് അവ വിവിധ ഇനം ലോഹങ്ങളായി മാറുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ലോഹങ്ങൾ കൊണ്ട് മാത്രമേ വിലപ്പെട്ട ഉരുപ്പടികൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്കും ബലവത്തായതും നിലനിൽക്കുന്നതുമായ പല പണികൾക്കും ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ഈ ലോഹവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഇതേ അവസ്ഥയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാനോ ദൈവസനെ കൊണ്ടുപോകുവാനോ സാധിക്കുകയില്ല. മനുഷ്യനുള്ള അശുദ്ധി നീക്കം ചെയ്യുവാൻ ദൈവം അവരെ പല പ്രാവശ്യം അഗ്നിശോധനയിൽ കൂടെ കടത്തിവിടും. ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭക്തന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളും നീങ്ങി വെടിപ്പായി തീരണമെങ്കിൽ ഒരു ശോധന ആവശ്യമാണ്. ശോധനയിൽ കൂടെ കടന്നുപോയേ മതിയാകും. നമ്മുടെ വിശ്വാസവും ജീവിതവും എങ്ങനെയാണെന്ന് ദൈവത്തിന് ബോധ്യം വരുവാനും അത് ലോകത്തിന് വെളിപ്പെടുത്തുവാനും വേണ്ടി ദൈവം നമ്മെ ശോധനയിൽ കൂടെ കടത്തിവിട്ടേ മതിയാകും. അനേക ഭക്തന്മാർ അതിന് ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അബ്രഹാമിൻ്റെ ദൈവാശ്രയവും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും 25 വർഷത്തോളം ദൈവം ശോധന ചെയ്തു. ഉറപ്പാക്കിയതാണെങ്കിലും ദൈവത്തെക്കാൾ അധികം തൻ്റെ മകനെ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് തൻ്റെ മകനെ യാഗം കഴിക്കുവാനുള്ള പരിശോധനയ്ക്ക് അബ്രഹാം വിധേയനാകേണ്ടി വന്നു. എന്നാൽ ഈ പരിശോധനയിൽ അബ്രഹാം വിജയിക്കുക തന്നെ ചെയ്തു. ആമേൻ. യോബിൻ്റെ തീച്ചൂള എത്രയോ കഠിനമായിരുന്നു. തീച്ചൂളയിൽ കൂടെ കടന്നു പോകേണ്ട താൻ ആ സന്ദർഭത്തിലും എന്നാൽ താൻ കടന്നു പോകുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന യോബ് പറയുന്നത്. ഇപ്രകാരമെല്ലാം തൻ്റെ ഭക്തന്മാരെ ദൈവം ശോധന ചെയ്തിട്ടുണ്ട്. പിന്നിലുള്ള ദൈവിക ലക്ഷണങ്ങളും നാം അറിഞ്ഞിരിക്കണം. ആകയാൽ പ്രിയ ദൈവവൈതലേ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശോധനകളിൽ കൂടെ കടന്നുപോയി വിജയിക്കുന്നവർക്ക് മറ്റു ചില വാഗ്ദത്തങ്ങളും കൂടെ തിരുവചനം തരുന്നുണ്ട്. ആകയാൽ പരിശോധനകൾ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഹാലേലൂയ വിശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. പാട്ടുകാരൻ പാടുന്നു, ശോധനയാൽ ഉള്ളം കലങ്ങിടിലും വേദനയാൽ കൺകൾ നിറഞ്ഞിടിലും ഭാരമില്ലാത്തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. അതെ ദൈവവൈതലേ, ഇന്ന് പ്രഭാതം ശോധനകളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ എത്രയോ വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ കൂടെ അനേക പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നു. എത്രയോ നാളുകൾ ജീവിക്കേണ്ട പ്രിയപ്പെട്ടവർ, പ്രായത്തിൽ കുറഞ്ഞവർ, ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സമ്പത്തുള്ളവർ, എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെയും പലവിധമായ ശോധനകളിൽ കൂടെ ഇന്ന് പകൽക്കാലം കടത്തിവിട്ടെങ്കിൽ ജോലി സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ശോധനകൾ, പരിശോധനകൾ, സ്വത്രം നീ അതോർത്ത് ഭാരപ്പെടാതെ ഹാലേലൂയ മക്കളെ ഓർത്ത് പലവിധമായ ശോധനകളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ ആരോഗ്യം നഷ്ടപ്പെട്ട് സ്തോത്രം രോഗികളായി പരിശോധനയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞെ സ്തോത്രം ഹാലേലൂയ നിന്നെ മാനിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ശോധനയെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാമോ? അതേ ദൈവവേദനയെ
അമേ സ്തോത്രം ഹാലേലൂയ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് ഇന്ന് നമുക്കും പകൽക്കാലം പറയുവാനിടയാകട്ടെ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ഹാലേലൂയ. ഇയ്യോബ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനിടയാകട്ടെ. ആമേ ഹാലേലൂയ. ശോധന വരുമ്പോൾ സ്തോത്രം ഹാലേലൂയ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അവൻ എന്നെ അറിയുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമുക്ക് നമ്മുടെ ഈ ശോധനയിൽ കൂടെ പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഒന്ന് നമ്മെ ഒന്ന് ശോധന ചെയ്താട്ടെ. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. നാഥ, ഈ പ്രഭാതത്തിലും അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ശോധനകളിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, വാർദ്ധക്യ ഏകാന്തതയിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസിക നിരാശകളിൽ, കർത്താവേ, പലവിധമായ ശോധനകളിൽ കൂടെ കടന്നു പോകുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഇന്ന് പകൽക്കാലം സ്വർഗം ഓർക്കണമേ. ആ ശോധനയിൽ കൂടെ പൊന്നുപോലെ പുറത്തു വരുവാൻ കർത്താവ് വിലയുള്ള സ്തോത്രം കർത്താവെ ആഭരണമായും വിലയുള്ള രത്നങ്ങളായി കർത്താവെ മാറുന്നത് പോലെ ഇന്ന് പകൽക്കാലം എൻ്റെ സ്വർഗത്തിലെ നാഥൻ്റെ കുഞ്ഞുങ്ങളെ വിലയേറിയ അനുഭവങ്ങളിൽ കൂടെ മാനിച്ചാതിരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.